ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഈശോയുടെ ജനനത്തെക്കുറിച്ച് നമുക്ക് തരുന്ന വിവരണം സഭയെ പഠിപ്പിക്കുന്നു. കൂടാതെ തൻ്റെ കന്യാത്വത്തെ നിത്യകന്യകയായ തൻ്റെ കന്യാത്വത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് പരിശുദ്ധ അമ്മ തന്നെ മറുപടി നൽകുന്നു. Il poema dell'umodio, അതായത് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകങ്ങളിലൂടെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട് ലൂക്ക 2:6. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവം എടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ച് അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഇതിനെക്കുറിച്ച് പരിശുദ്ധ അമ്മ ഇങ്ങനെ നമുക്ക് വിവരിച്ചു തരുന്നു. കാലിത്തൊഴുത്തിൽ എത്തിച്ചേർന്ന ജോസഫും ഞാനും ഒരു ദൈവദൂതൻ്റെയും ഒരു പിതാവിൻ്റെയും സ്നേഹമായിരുന്നു ജോസഫിന് എന്നോട് ഉണ്ടായിരുന്നത്. എൻ്റെ ആ വിശുദ്ധനായ ഭർത്താവ് എനിക്ക് വേണ്ട സഹായമെല്ലാം ചെയ്തു തന്നു. പ്രാഥമിക ആവശ്യങ്ങൾക്ക് ശേഷം തണുത്ത കച്ചിയെടുത്ത് തീ കൂട്ടി ചൂടാക്കി എനിക്കൊരു കിടക്ക ഒരുക്കി തന്നു. ഞാൻ അതിൽ വിശ്രമിച്ചു. എതിർവശത്തെ ജോസഫ് ആ തീയുടെ അരികിലിരുന്ന് വിശ്രമിച്ചു. പ്രാർത്ഥനാ നിരന്തരായി വിശ്രമിച്ചു. യാത്രയുടെ ക്ഷീണത്താൽ ഉറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നെ സ്വർഗം വിളിച്ചുണർത്തി. ദൈവപുത്രനായ ക്രിസ്തുവിനെ ലോകത്തിന് പ്രദാനം ചെയ്യാൻ വേണ്ടി ആ കീസ്ലേവ് മാസം 25 ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ ലോകത്തിന് പ്രദാനം ചെയ്യാനായി സ്വർഗം താണിറങ്ങി. ഞാൻ എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് മുകളിലേക്ക് ഉയർന്നു. സ്വർഗീയ ആനന്ദലഹരിയിൽ ഞാൻ ലയിച്ചു. സ്വർഗീയ ആനന്ദക്കടലിൽ ഞാൻ മുങ്ങിത്താണു. ആ ആനന്ദലഹരിയിൽ നിന്ന് പുറത്തു വന്നത് എൻ്റെ ലോകരക്ഷകനായ ക്രിസ്തുവിനെ കരങ്ങളിൽ ഞാൻ വഹിച്ചുകൊണ്ടാണ്. എനിക്ക് എൻ്റെ ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് എനിക്ക് ആത്മീയ ആനന്ദ പാരവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നിത്യകന്യകയായിരുന്നു. ദൈവം പ്രത്യേക തരത്തിലാണ് ക്രിസ്തുവിൻ്റെ ജനനം നടന്നത്. ഒരു സാധാരണ സ്ത്രീയുടെ പ്രസവം പോലെ ആയിരുന്നില്ല. പാപം ചെയ്ത ഹവ്വായ്ക്കല്ലേ ആ ശിക്ഷ ദൈവം കൊടുത്തത്. ഉൽപ്പത്തി 3:16 നിങ്ങൾ കാണുന്നുണ്ടേ. ദൈവം പാപം ചെയ്ത ഹവ്വായോട് പറയുന്നു, നിന്റെ ഗർഭാരിഷ്ടം ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ആ ഹവ്വയ്ക്കാണ് വേദന ഉണ്ടായിരുന്നത് പ്രസവ സമയത്ത്. എനിക്ക് ആത്മീയ ആനന്ദ പാരവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നിത്യകന്യകയായിരുന്നു എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നു. കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായി ഈശോയും പരിശുദ്ധ അമ്മയും കൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കന്യാത്വത്തെ ചോദ്യം ചെയ്യുന്നവർ ഇത് അറിയണമെന്ന് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഈ ക്രിസ്മസിൻ്റെ സമയത്ത് സ്വീകരിച്ച് ഉണ്ണീശോയുടെ വരവിനായി ഒരുങ്ങാം. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ.